മാതാവിനെ സ്വന്തമാക്കാൻ സഹോദരങ്ങൾ കോടതിയിൽ കേസുകൊടുത്ത അപൂർവ കഥ. സാധാരണയായി സഹോദരങ്ങൾ കോടതി കയറുന്നത് എന്തിനാവും? സ്വത്തിനുവേണ്ടി. എന്നാൽ ഈ ലോകം അതിശയത്തോടെ കണ്ട ഒരു അപൂർവ സംഭവം സൗദി അറേബ്യയിലെ അൽ അസിയ കോടതിയിൽ നടന്നു. അവിടെ രണ്ട് സഹോദരങ്ങൾ ഏറ്റുമുട്ടിയത് പണത്തിനോ അധികാരത്തിനോ വേണ്ടിയായിരുന്നില്ല. അവരുടെ വൃദ്ധയായ ജീവൻ നൽകിയ ഉമ്മയെ ശുശ്രൂഷിക്കാനുള്ള അവകാശത്തിനായിരുന്നു ആ പോരാട്ടം. മൂത്ത സഹോദരൻ ഹിസാം അൽ ഗാന്ധി, ജീവിതം മുഴുവൻ തന്റെ ഉമ്മയ്ക്കായി സമർപ്പിച്ച മകൻ. ഹിസാം വിവാഹം കഴിച്ചിരുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ ആ ഉമ്മയായിരുന്നു. ഉമ്മയുടെ ഓരോ ശ്വാസത്തിലും അദ്ദേഹത്തിന്റെ ജീവിതം കെട്ടിപ്പിണഞ്ഞിരുന്നു. എന്നാൽ അനിയൻ മുന്നോട്ടു വന്നു. ജ്യേഷ്ഠന് പ്രായമായി വരുന്നു. ഇനി ഉമ്മയെ ഞാൻ നോക്കാം. ഉമ്മ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അനിയൻ വിവാഹിതനും സമ്പന്നനുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ മികച്ച സൗകര്യങ്ങളും ഭാര്യയും മക്കളുമുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് സഹോദരങ്ങൾക്കും ഒരേ സ്വപ്നം: ആ ഉമ്മയെ നഷ്ടപ്പെടരുത്. അനിയൻ നിരന്തരം ഉമ്മയെ തന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ജ്യേഷ്ഠൻ അതിന് സമ്മതിച്ചില്ല. അവസാനം കേസ് കോടതിയിലെത്തി. ജഡ്ജിക്ക് പോലും ഇതൊരു അസാധാരണമായ കേസായിരുന്നു. അവസാനം ജഡ്ജി ആ ഉമ്മയെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. ആ വയോധികയായ ഉമ്മ തളർന്ന ശരീരത്തോടെ രണ്ട് മക്കളും ചേർന്ന് താങ്ങിപ്പിടിച്ചുകൊണ്ട് കോടതിയിലെത്തി. ജഡ്ജി ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ആരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു? അല്പനേരം മൗനം. കോടതി മുറി മുഴുവൻ നിശബ്ദമായി. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഇവർ രണ്ടുപേരും എന്റെ വലത് കണ്ണും ഇടത് കണ്ണും പോലെയാണ്. ആ മറുപടി കേട്ടപ്പോൾ കോടതി മുറി മുഴുവൻ നിശബ്ദമായി. പ്രായവും ആരോഗ്യവും പരിഗണിച്ച് അനിയന് ഉമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്തം കോടതി നൽകി വിധി പ്രഖ്യാപിച്ചു. ആ നിമിഷം ഹിസാം അൽ ഗാന്ധി പൊട്ടിക്കരഞ്ഞു. അത് തോൽവിയുടെ കണ്ണുനീരായിരുന്നില്ല, അത് തന്റെ ഉമ്മയെ നഷ്ടപ്പെടുന്ന ദുഃഖത്തിന്റെ കണ്ണുനീരായിരുന്നു. ആ കണ്ണുനീർ കണ്ടപ്പോൾ ജഡ്ജിയുടെയും കോടതിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. കോടതി ഉമ്മയെ അനിയന്റെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ നല്ല ജീവിത സൗകര്യങ്ങളും ഭാര്യയും മക്കളുമുണ്ടെന്ന പരിഗണന കൊണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നവർക്ക് മുന്നിൽ സ്വന്തം ഉമ്മയെ നോക്കാൻ വേണ്ടി കോടതിയിൽ വരെ പോരാടിയ ഈ സഹോദരങ്ങൾ വലിയൊരു പാഠമാണ് നൽകുന്നത്. സ്വർഗം ഉമ്മയുടെ പാദത്തിനടിയിലാണ് എന്ന സത്യം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.